സഞ്ജുവിനോട് എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. കാരണം ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പേടിച്ച് രാത്രി ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന്. അതിൻ്റെ റീസൺ എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. കാരണം നോർമലി സഞ്ജു ഭയങ്കര ധൈര്യമുള്ള ആളാണ്, രാത്രി ഒറ്റയ്ക്ക് എടുക്കാനൊന്നും അത്ര പേടിയില്ല. പക്ഷെ ഒരു ദിവസം ഏതോ ക്യാമ്പിൻ്റെ കൂടെ ആയപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് എന്താ ഇവിടെ പേടിയാവുന്നു, ഞാൻ അവിടെ വന്ന് നിന്നോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എനിക്ക് ഇതുവരെ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതൊന്ന് എല്ലാവരും മുന്നിൽ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. എന്താ സഞ്ജു പറ്റിയത്? അവൻ ചോദിച്ചാലേ ഷെയർ ചെയ്യാൻ പറ്റൂ. ടി വിയിലാണോ ചോദിക്കുന്നത്? പല ചോദ്യങ്ങളും ഇപ്പൊ ടി വിയിൽ കൂടെയാണ് ചോദിക്കുന്നത്. 10 വർഷമായിട്ട് അറിയാം. ഇങ്ങനെയുള്ള കുറെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ. അല്ല, അത് ഞാൻ സുഹൃത്തുക്കളായിട്ട് കുറച്ച് കുസൃതിയെ കാണിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു ദിവസം അവൻ്റെ ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു നമ്മുടെ കേരള ടീം താമസിക്കുന്നത്. തലേ ദിവസം വൈകിട്ടായപ്പോൾ എനിക്കെന്തോ ചെയ്യാൻ തോന്നുന്നു, ഭയങ്കര ബോറടിച്ചു. അപ്പോൾ ഞാൻ ഒരു കഥ ഉണ്ടാക്കി. ഞാൻ ഹോട്ടൽ റൂമിൽ ഭൂതത്തിനെ കണ്ട് എന്ന് പറഞ്ഞ് 1-2 മണിക്കൂർ ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചുമ്മാ കഥയായിരുന്നു. അത് വിശ്വസിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ എത്ര കഥകള് സഞ്ജു ചാരുവിന്റെ അടുത്ത് പറഞ്ഞു? ഞാൻ കുറെ ഉണ്ടാക്കാറുണ്ട്. ഇല്ലേ? അങ്ങനെ ഉണ്ട്. ഏതാ സത്യം ഏതാ കള്ളം എന്ന് കുറച്ച് പാടാൻ മനസ്സിലാക്കാൻ ആദ്യം എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഇപ്പൊ മനസ്സിലായി. അല്ല, ചില കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് കള്ളം പറയും. ക്രിക്കറ്റ് ടിവിയിലൊക്കെ വരുമ്പോ കാണും. ടിവിയിൽ വരുമ്പോ കാണും. IPL കാണും ഞാൻ. എന്റെ കളി കാണാറില്ല. എനിക്ക് ബാറ്റ് ചെയ്യാൻ നിക്കുന്ന കാണുമ്പോ പേടിയോ, അപ്പൊ ഞാൻ മാറിയിരിക്കും. ഇപ്പൊ എനിക്ക് എന്തോ ഒരു പേടിയാണ്. ഞാൻ കളിച്ചിട്ട് കളി ചോദിക്കും, കളി കണ്ടിരുന്നോ, നന്നായി കളിച്ചല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരു പക്ഷെ ഒരു അതായത് ഔട്ടാകുന്ന കാണാനുള്ള ഒരു ധൈര്യമില്ല. എനിക്ക് പേടിയാവും. ഒരു 50 കഴിഞ്ഞ ഞാനിരുന്ന് കാണും. അതിന് മുമ്പ് ഞാൻ കാണാറില്ല. ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചാലേ അല്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ലെന്ന് തോന്നുന്നു.